നമസ്കാരം. ഇംഗ്ലണ്ടുമായുള്ള ആദ്യ ഏകദിനത്തിൽ ഋഷഭ് പന്തിനെ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ നിന്നും തഴഞ്ഞതിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഋഷഭിന്റെ ആരാധകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഋഷഭിനെ പുറത്തിരുത്തിയ ഇന്ത്യ പകരം KL രാഹുലിനെ വിക്കറ്റ് കീപ്പറുടെ ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. ഈ മത്സരത്തിൽ ഋഷഭ് തീർച്ചയായും കളിക്കും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. കാരണം ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭായിരിക്കുമെന്ന് മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി ഈ മാസം 19-ന് തുടങ്ങാനിരിക്കെ ഇംഗ്ലണ്ടിനെതിരെയും ഋഷഭ് ഉണ്ടാകുമെന്ന് ആരാധകരും ഉറപ്പിച്ചിരുന്നു. ഋഷഭ് പന്തിന് പ്ലേയിങ് 11-ൽ ഇടം ലഭിക്കാതെ പോയതിൽ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. ഋഷഭ് പന്തിനെ തഴഞ്ഞതിന്റെ പ്രധാന കാരണക്കാരൻ ഗൗതം ഗംഭീറാണ്. അദ്ദേഹം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയോട് പകരം വീട്ടിയിരിക്കുകയാണ്. കാരണം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജു സാംസൺ വേണമെന്നായിരുന്നു ഗംഭീർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഋഷഭിനായി വാദിച്ചത് രോഹിത്താണ്. ഈ കാരണത്താലാണ് ഋഷഭിന് ചാമ്പ്യൻസ് ട്രോഫി ടീമിലും സ്ഥാനം ലഭിച്ചത്. അന്ന് രോഹിത്തിന് മുന്നിൽ തോറ്റുപോയതിന് ഇപ്പോൾ ഗംഭീർ പകരം ചോദിച്ചിരിക്കുകയാണ്. ഋഷഭിന് സ്ഥാനം നഷ്ടമായതിന് പിന്നിലും ഇത് തന്നെയാണെന്നും സോഷ്യൽ മീഡിയയിൽ ഋഷഭിന്റെ ഫാൻസ് ആഞ്ഞടിക്കുന്നുണ്ട്. ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ വലിയ മണ്ടത്തരമാണ് കാണിച്ചിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിലേതുപോലെ ഈ ഫോർമാറ്റിലും ടീമിന്റെ എക്സ് ഫാക്ടർ ആകാൻ സാധിക്കുന്നയാളാണ് ഋഷഭ് പന്ത്. ഇംഗ്ലണ്ടിനെതിരെ ഏകദിനത്തിൽ 70-ന് മുകളിൽ ബാറ്റിംഗ് ശരാശരി അദ്ദേഹത്തിനുണ്ട്. ഏകദിനത്തിൽ ഋഷഭിന്റെ വക സെഞ്ചുറിയും ഇംഗ്ലണ്ടിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായും ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തേനെ. പക്ഷേ ഋഷഭിനെ തഴഞ്ഞ KL രാഹുലിനെ കളിപ്പിച്ചതോടെ വലിയ മണ്ടത്തരമാണ് ഇന്ത്യ കാണിച്ചിട്ടുള്ളത് എന്നും ഋഷഭിന്റെ ഫാൻസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. KL രാഹുലിന് ഏകദിനത്തിൽ ഇന്ത്യ ഇനിയും എത്ര അവസരങ്ങൾ നൽകും? ഋഷഭ് പന്തിനെ പോലെ കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നയാളല്ല അദ്ദേഹം. എതിരാളികളെ സമ്മർദ്ദത്തിലാക്കി കളി തട്ടിയെടുക്കാൻ ശേഷിയുള്ള ബാറ്ററാണ് ഋഷഭ്. പക്ഷേ രാഹുലിനെ കൊണ്ട് അത് സാധിക്കില്ല. ചാമ്പ്യൻസ് ട്രോഫി അടുത്തെത്തി നിൽക്കെ ഋഷഭിന് പരമാവധി അവസരങ്ങൾ നൽകാനായിരുന്നു ഇന്ത്യ ശ്രമിക്കേണ്ടിയിരുന്നതെന്നും ആരാധകർ കുറിക്കുന്നുണ്ട്. എന്നാലും ഋഷഭിനെ മാറ്റിയത് വലിയ ഒരു തലവേദനയായി ഇന്ത്യക്ക് മാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ആദ്യ ഏകദിനത്തിലെ ഇന്ത്യൻ 11 ഇങ്ങനെയായിരുന്നു. ക്യാപ്റ്റനായി രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, ശ്രേയസ് അയ്യർ, ശുഭ്മൻ ഗിൽ, KL രാഹുൽ വിക്കറ്റ് കീപ്പറാണ്. ഹർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, മുഹമ്മദ് ഷമി എന്നിവരായിരുന്നു ഇന്ത്യൻ 11. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ ഋഷഭിനെ ഇതുപോലെ മാറ്റി നിർത്തുമോ അതോ KL രാഹുലിന് തന്നെ കീപ്പർ സ്ഥാനം നൽകുമോ? എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും വരുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.